ഒരു കൊച്ചുകുട്ടിയെ നേഴ്സറി കൊണ്ടുപോയി പഠിപ്പിക്കുമ്പോൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നതിനപ്പുറം കുറേ കാര്യങ്ങൾ പഠിപ്പിക്കണം. നേഴ്സറി സ്കൂളുകളിൽ പഠിക്കേണ്ട ചില ചിട്ടകളുണ്ട്. ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള വേറൊരു ലോജിക്ക് പറയാം. അതായത് ഒരു 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 കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു വേറൊരർത്ഥത്തിൽ കാണരുത്. മതവിദ്യാഭ്യാസം നടക്കുമ്പോൾ ഏറ്റവും ബാല്യത്തിൽ പഠിക്കുന്ന മതത്തിൻ്റെ വിശ്വാസങ്ങൾ മരിക്കുന്നിടം വരെ മനുഷ്യൻ ഒരു ഇഞ്ച് മാറാതെ പാലിക്കുന്ന സമൂഹങ്ങളില്ലേ ഈ ലോകത്ത്? പല മതങ്ങളിലും അങ്ങനെയല്ലേ? അപ്പോൾ ഏറ്റവും ബാല്യത്തിൽ അത് തലയ്ക്കകത്തോട്ട് കയറി എന്നതുകൊണ്ടല്ലേ അത് ഏത് സ്റ്റേജിലെത്തി കഴിയുമ്പോഴും അതിൽ നിന്ന് ഒരണുവിടെ ചലിക്കാതെ അത് പുലർത്തിക്കൊണ്ട് പോകാൻ ആളുകളെ പര്യാപ്തമാക്കുന്നത്. ഇതേപോലെ സമൂഹത്തിൻ്റെ നിയമങ്ങളും പഠിപ്പിച്ചുകൂടെ നമുക്ക് കുട്ടികളെ? അതേ മട്ടിൽ തന്നെ പൗരബോധം നമുക്ക് പഠിപ്പിച്ചുകൂടെ കുട്ടികളെ? മതവിദ്യാഭ്യാസം മാത്രമേ ഇത്ര ചെറുപ്പത്തിൽ തലയ്ക്കകത്ത് കയറുന്നില്ലല്ലോ. പൗരബോധം ആ മട്ടിൽ തന്നെ കയറില്ലേ? അതിനാര് എഫേർട്ട് എടുക്കുന്നുണ്ട്? നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് പറയുന്ന പലരും എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ലോകത്തിരുന്നുകൊണ്ട് എല്ലാത്തിനെയും കാണുകയും ലോകം എങ്ങനെ അതിനെ നടപ്പാക്കുന്നതെന്ന് പലപ്പോഴും പഠിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊന്നും മോശക്കാരായതുകൊണ്ടല്ല, രാഷ്ട്രീയമായ പല കെട്ടുപാടുകളും അവർക്കുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അവർ റെസ്ട്രിക്റ്റഡ് ആവുന്നുണ്ടാവാം. സൊസൈറ്റി എങ്ങനെ ഉണ്ടാവും? വിദ്യാഭ്യാസത്തിലൂടെയല്ലേ ഇത് വരുന്നത്. ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുമ്പോഴല്ലേ സൊസൈറ്റിക്കും അതിനുള്ള ആശയം ഉണ്ടാകുന്നത്. സൊസൈറ്റിയിൽ ഇപ്പോൾ ലോകം അല്ലെങ്കിൽ ഒരു ടെക്നോളജി കാണാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ജീവിതചര്യയെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുക? ഇപ്പം ആധുനിക സമൂഹത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ, നമ്മുടെ പൂർവികർക്ക് നമ്മളെ പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ എന്ത് മര്യാദ പാലിക്കണമെന്ന്. കാരണം അവർ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സങ്കല്പം ഇല്ല അവർക്ക്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മനുഷ്യരെ വ്രണപ്പെടുത്താതെ നമ്മൾ പെരുമാറണമെന്ന് ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കേണ്ടതല്ലേ സത്യത്തിൽ? മതപരമായും രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും അന്യനെ വേദനിപ്പിക്കാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നതായിട്ട് ഇതേവരെ കേട്ടിട്ടുണ്ടോ? പഠിപ്പിക്കേണ്ടതല്ലേ? സോഷ്യൽ മീഡിയ അല്ലേ ഇന്നൊരു മനുഷ്യനെ ഏറ്റവും വേണമെങ്കിൽ ആത്മഹത്യ വരെ ചെയ്യിക്കാൻ പ്രാപ്തമല്ലേ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം സമൂഹത്തിന്, സ്വന്തം ബന്ധുക്കൾക്ക്, സ്വന്തം സുഹൃത്തുക്കളെന്ന് കരുതുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അതിനൊരു ട്രെയിനിങ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ടതല്ലേ? ഡ്രൈവിങ് ഇനിയുള്ള കാലത്ത് നമുക്ക് ഉറപ്പല്ലേ നമ്മുടെ കുട്ടികൾ ഒരാളും വണ്ടി മേടിക്കാത്ത ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികളും ഡിഗ്രി എത്തുന്നതോടുകൂടി, ഡിഗ്രി കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി ആകുന്നതോടുകൂടി ആദ്യം വാങ്ങുന്നത് ലോൺ എടുത്തിട്ടാണെങ്കിലും ഒരു വണ്ടിയായിരിക്കും, ഒരു കാറായിരിക്കും. അങ്ങനെയെങ്കിൽ ഹയർ സെക്കൻഡറി മുതലെങ്കിലും റോഡ് നിയമങ്ങളും റോഡിലെ ചിട്ടകളും മര്യാദകളും പഠിപ്പിക്കേണ്ടതല്ലേ നിർബന്ധപൂർവ്വം? ആദ്യം ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് മേടിക്കാൻ പഠിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരൻ പഠിപ്പിച്ചാലേ ശരിയാവുള്ളൂ എന്ന് ആര് തീരുമാനിച്ചു? അതോ സിലബസിൻ്റെ ഭാഗമായിട്ട് വരേണ്ട ഒരു പ്രധാന കാര്യമാണോ ഡ്രൈവിംഗ്, റോഡിലെ നിയമങ്ങൾ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് റിസ്കിയായ ഒരു അഡ്മിനിസ്ട്രേഷൻ നടക്കുന്ന റോഡിലല്ലേ ഒരാൾ. അത് പഠിപ്പിക്കേണ്ടതല്ലേ സിലബസിൻ്റെ ഭാഗമായിട്ട്? അതിന് സമൂഹത്തിന് പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ റോഡിലെ മര്യാദകൾ, റോഡിൽ എവിടെയൊക്കെ ഹോണടിക്കാം, എവിടെയൊക്കെ വേസ്റ്റ് വലിച്ചെറിയാം, എവിടെയൊക്കെ സൈഡ് കൊടുക്കണം, എവിടെയൊക്കെ ഓവർടേക്ക് ചെയ്യാം, എവിടെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, റോഡിലെ ഓരോ വരയുടെയും അർത്ഥം എന്ത്, ഇതൊക്കെ ആര് പഠിപ്പിക്കും? പിന്നെ ഈ ഇന്ത്യൻസിനെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ നേരത്തെ പറഞ്ഞത്. പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കാരോടൊരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ തന്നെ കേട്ടു, താങ്കളുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഇന്ത്യക്കാർക്കുള്ള ബിഹേവിയർ മറ്റുള്ളവർക്കുള്ള ബിഹേവിയർ, കാരണം ഇന്ത്യക്കാർ ആ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അത്തരം ഒരു കോമൺ കാഴ്ചപ്പാട് എല്ലായിടത്തും ഉണ്ടോ? അതുകൊണ്ടാണോ നമ്മളെ പുറത്തു പോകുമ്പോൾ സെക്കൻഡ് സിറ്റിസൺ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലില്ല. ഇപ്പോൾ ഒരു ഹോട്ടലുകാർക്ക് അങ്ങനെ ഉണ്ടാവും. അത് കാര്യം വെച്ചാൽ സ്ഥിരമായിട്ട് ഇന്ത്യക്കാരെ അവിടെ ട്രീറ്റ് ചെയ്യുമ്പം ഇന്ത്യക്കാരുടെ ചില സ്വഭാവവിശേഷങ്ങൾ അവർക്ക് ശീലമായതുകൊണ്ടാണ്. അത് നമ്മൾ തന്നെ ഒരു ഇന്ത്യൻ പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു പാശ്ചാത്യരുടെ ഒരു പാക്കേജ് ടൂറിന് വരുന്ന പോലെ അല്ല അവർ ബിഹേവ് ചെയ്യുക. അവരുടെ സംസാര രീതി, അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദം, അവിടെ സമയത്തെത്താൻ പറഞ്ഞ എത്തുന്ന സമയം, കൃത്യനിഷ്ഠകൾ, ഹോട്ടൽ മുറിയിൽ ഇതൊക്കെ ഞാൻ കൃത്യമായി പഠിച്ചിട്ട് ഉദാഹരണ സഹിതം പറയണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ 10% മാത്രം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ത്യക്കാർ താമസിച്ചൊരു ഹോട്ടലിൽ അവർ രാവിലെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ മുറി ചെന്ന് നോക്കിയാൽ ആ മുറി എങ്ങനെ കിടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അത് കാണാതെ നിങ്ങൾക്ക് ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. അതായത് നമ്മൾ 3000 രൂപ കൊടുത്തൊരു മുറി വാടകയ്ക്ക് എടുത്തതാണ്, നമ്മൾ ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല എങ്കിൽ അവരിറങ്ങുമ്പോൾ ആ ടർക്കി വരെ നിലത്തിട്ട് ചവിട്ടി അരച്ച് ചെളിയും പിടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോരുള്ളൂ. ഇത് സത്യമാണ്. ഇത് സ്ഥിരമായിട്ട് അവിടെ കാണുന്ന ഹോട്ടൽ ജീവനക്കാർ, ഞാൻ ഈ പറയുന്ന കമൻറ്റ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നാൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്, മലയാളികൾ.
അവരൊന്ന് കമൻ്റ് ഇടട്ടെ സത്യസന്ധമായിട്ട്. ഇതൊക്കെ കാണുന്ന ഒരു സമൂഹത്തിലെ ആളുകൾ അപകടകാരികളായ ഒരു ടീം വരുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് വാണിംഗ് കൊടുക്കും. അത്രേ ഉള്ളൂ. അതിനർത്ഥം എല്ലാ ഇന്ത്യക്കാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ സിവിക് സെൻസ് പഠിപ്പിക്കാതെ വിടുന്നതുകൊണ്ട് മര്യാദകേടുകൾ കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പറക്കുന്ന വിമാന കമ്പനികളിലൊക്കെ ആദ്യകാലത്ത്, ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അന്ന് മദ്യം വിളമ്പുമ്പം എല്ലാവർക്കും ചിലപ്പോൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും, ഒരു പെഗ് കൊടുക്കും, അതാണ് എൻ്റെ രീതി. പക്ഷേ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വിമാനം ലാൻഡ് ചെയ്യുവോളം 5-6 തവണ ചോദിച്ചുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നാത്ത എന്തുകൊണ്ടാണ്? മറ്റു രാജ്യക്കാർക്ക് അവരും നമ്മളെക്കാൾ മദ്യപിക്കുന്നവരായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തരം ചില കാര്യങ്ങളുള്ള അറിവില്ലായ്മയോ അല്ലെങ്കിൽ നമ്മളുടെ വിവരക്കേട് തന്നെ പറയണത്, അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പ്രഷൻ എന്താ? ഈ എയർലൈൻ സ്റ്റാഫിന് നമ്മളോട് ഉണ്ടാക്കുന്ന ഇമ്പ്രഷൻ എന്താ? എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് പറക്കുന്ന വിമാനങ്ങളെല്ലാം പഴഞ്ച വിമാനം മാത്രം വിടുന്നത്? ഈ എമിറേറ്റ്സ് ആണെങ്കിലും എത്തിഹാദ് ആണെങ്കിലും ഒക്കെ. ദുബായിൽ നിന്ന് യൂറോപ്പിലേക്ക് പറക്കുന്ന വിമാനത്തിലും കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പറക്കുന്ന വിമാനത്തിലും യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. അവിടുന്ന് അങ്ങോട്ട് പറക്കുന്ന വിമാനം ഏത് കണ്ടീഷനിലാണെന്നും ഇവിടുന്ന് ഇങ്ങോട്ട് പറക്കുന്ന ഏത് കണ്ടീഷനിലാണെന്നും കാണുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ അവർ പറയേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ കാണുന്നുണ്ട് ഞാൻ. ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും വിദേശയാത്ര നടത്തുന്ന ഒരാളാണ് ഞാൻ. ഇതെവിടെയും ഇത് ഞാൻ കാണുക. ഇത് ഞാനീ പറഞ്ഞത് ഇവിടെ കേൾക്കുന്ന ആളുകളല്ലാതെ ഈ രാജ്യങ്ങളിലുള്ള എന്നെ സമാനമായിട്ട് യാത്ര ചെയ്ത ഒരാളെങ്കിലും അത് തെറ്റാണെന്ന് പറയട്ടെ, ഞാനിതൊക്കെ പിൻവലിക്കാം. ഇൽട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിന് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ സൗജന്യങ്ങളൊന്നും മേടിക്കാൻ ഒരിടത്തും പോയിട്ടില്ല. ഈ സായിപ്പിൻ്റെ അടുത്താണെങ്കിലും ഞാൻ കാശ് കൊടുത്ത്, ഇപ്പോൾ സ്പേസ് യാത്രയ്ക്ക് എന്നെ കൊണ്ടുവന്ന സൗജന്യമല്ലല്ലോ. അപ്പോൾ എനിക്കതിനുള്ള അവകാശമുള്ളതിൽ മാത്രമേ ഞാൻ പോയി നിൽക്കാറുള്ളൂ. ആ അവകാശമുള്ളതിൽ അവർക്കും അറിയാം ഇയാൾക്കത് കൊടുത്തേ പറ്റുമെന്ന്. അതുകൊണ്ട് ഇൽട്രീറ്റിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല. നമ്മൾ ചിന്തിച്ചിട്ടേ പോവുള്ളൂ. അവിടെ ചെന്നാൽ ഇൽട്രീറ്റഡ് ആകാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനങ്ങ് പോവില്ല, അത്രേ ഉള്ളൂ. നമ്മൾ യുക്തി ഉപയോഗിക്കണം എല്ലായിടത്തും. പിന്നെ എന്നാൽ അപൂർവ സ്ഥലങ്ങളിൽ നെറ്റി ചൊളിച്ച് ഇവനെന്താ ഇവിടെ എന്ന് നോക്കുന്ന സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്.